മിറാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ. പ്രിയമുള്ളവരെ, ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രോഗ്രാമിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ക്ഷണിച്ചിട്ട് നമ്മുടെ അംസ സാഹിബ് ക്ഷണിച്ചത് പ്രകാരം ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. ഒരുപാട് സന്തോഷമാണ്. കാരണം വെച്ചാൽ അംസ സാഹിബ് നടത്തുന്ന ഒരു ഗസൽ ദർബാർ എന്നുള്ള ഒരു സ്ഥാപനം, മ്യൂസിക് അക്കാഡമി കാര്യങ്ങൾ ചേളാരി നടത്തിക്കൊണ്ടിരിക്കുന്ന അംസ സാഹിബും ഇതുപോലെ തന്നെ പല പരിമിതികളിൽ നിന്നും ജീവിതത്തിൻ്റെ പല മേഖലകളിലൂടെ നിരന്തരമായുള്ള പ്രയത്നം കൊണ്ടാണ് പല മേഖലകളിലേക്കും എത്തിപ്പെട്ടുള്ളത്. അതുപോലെ നിസാർ മാഷ് ഓൾറെഡി നിസാർ മാഷ് കാര്യങ്ങൾ നമ്മളെ ഇൻ്റർവ്യൂ സെക്ഷനിൽ തന്നെ വരുന്നുണ്ട്. ഞങ്ങളോടൊപ്പം വന്നുള്ള അതുപോലെ തന്നെ നമ്മുടെ റഫീഖ് മാഷ്, പിന്നെ കൂടെ നമ്മുടെ കൊണ്ടോട്ടിയിൽ നിന്ന് റഫീഖ് മാഷ്, ഇങ്ങനെ ഞങ്ങളൊരു ഇതായിട്ടാണ് ഇങ്ങനെ യാദൃശികമായിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനും ഇതിനൊക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞു. തീർച്ചയായിട്ടും ബാക്കി അനന്തര ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ തുടർന്ന വീഡിയോയിൽ കാണാം. ഓക്കെ. ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് എനിക്ക് വന്നത് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള ഒരാൾ ഞാൻ തന്നെ ഇരിക്കുന്നത്. അത്രയും പ്രതിഭകളായിട്ടുള്ള കുട്ടികളാണ് എന്നെ തെരഞ്ഞു വന്നതിൻ്റെ അടുത്ത് പാട്ട് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാനത് എൻജോയ് ചെയ്താൽ. അതുകൊണ്ട് തന്നെ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കൂടുതൽ താല്പര്യം ചലച്ചിത്ര ഗാനങ്ങളും അത്തരം പാട്ടുകളാണ്, ഫിലിം സോങ്സ് ഒക്കെയാണ്. പക്ഷെ ഞാനുള്ളത് ഇപ്പം മലപ്പുറം ജില്ലയിലാണ്. അപ്പം മലപ്പുറം ജില്ലയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മാപ്പിളപ്പാട്ടുകളാണ്. അതുകൊണ്ട് ഞാൻ മാപ്പിളപ്പാട്ടിലേക്ക് മാറിയതാണ്. പലപ്പോഴും അതിൻ്റെ ഒറിജിനൽ സിംഗേഴ്സ് പാടിയതിനേക്കാൾ മനോഹരമായിട്ടാണ് ഓരോ പാട്ടും ബാദഷ തുടങ്ങിയ ഒരുപാട് കുട്ടികൾ നമ്മൾ പാടിയത്. മേഖലയിൽ 10 തവണ ഏരിയയിൽ നിന്ന് 3 കുട്ടികൾ തുടർച്ചയായി 3 വർഷങ്ങളിൽ ഒരു ചാനലിൽ വിന്നേഴ്സ് ആവുക. അപ്പോൾ അവരെ 3 പേരെയും പഠിപ്പിച്ചത് ഒരാളാവുക. അങ്ങനെയാണ് ഞാൻ ഈ രംഗത്തേക്ക് വരികയും ഇതിന് ഒരുപാട് ആളുകൾ. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ പുതിയ അതിഥിയാണ്. വളരെ സന്തോഷകരമായിട്ട്, പ്രത്യേകിച്ച് സംഗീത രംഗത്ത് ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ, പ്രത്യേകിച്ച് നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് പേരുകൾ, അതുപോലെ തന്നെ ഒരുപാട് ചാനൽ പ്രോഗ്രാമുകളിലൂടെ നമ്മൾ അറിയപ്പെടുന്ന മീഡിയ വൺ, അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ചാനൽ, അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള അറിയപ്പെടുന്ന ചാനലുകളിലൂടെ ഒരുപാട് ആളുകളെ പരിശീലിപ്പിച്ചെടുത്ത ഒരുപാട് പുതിയ പ്രതിഭകളെ, കലാപ്രതിഭകളെ വാർത്തെടുത്ത ഒരു കഴിവുറ്റ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ഇന്ന് മുന്നിലുള്ളത്. പ്രത്യേകിച്ച് ഞാൻ പറയാതെ തന്നെ ഒരു പക്ഷേ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്കറിയാം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മളൊക്കെ ഇന്ന് പരിമിതികളിൽ ഒതുങ്ങിയിട്ട് അതിൽ വിലപിക്കുന്ന ആളുകൾക്ക് വലിയൊരു സന്ദേശം തന്നെ നൽകുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ വളരെ വിനയപുരസ്സരം നമ്മുടെ ഈ ഒരു ചാനലിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നിസാർ തൊടുപുഴ, നിസാർ മാഷാണ്. നിസാർ മാഷ് വളരെ വിനയപുരസ്സരം നമ്മുടെ വേദിയിലേക്ക്, നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂ സെക്ഷനിലോട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. നിസാർ മാഷേ, നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ പ്രത്യേകിച്ച് നിസാർ മാഷെക്കുറിച്ച് പല വേദികളിൽ നിന്നും നമ്മളീ പറഞ്ഞ ഞാൻ പോകുന്ന, അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റ് ഫീൽഡിൽ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരുപാട് നിസാർ മാഷെക്കുറിച്ച് പലരും പറയാറുണ്ട്. പ്രത്യേകിച്ച് പല ആളുകളും പരിശീലിപ്പിച്ചെടുത്തിട്ടുള്ള, പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ പരിശീലിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു മാഷ സിസ്റ്റം, അല്ലെങ്കിൽ മാഷ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്തായാലും വലിയൊരു സന്ദേശം തന്നെയാണ്. അപ്പോൾ മാഷ് എത്ര കാലങ്ങളോളായി ഈ ഒരു ഫീൽഡിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? റിയാലിറ്റി ഷോയുടെ പരിശീലനം എന്ന് പറയുന്നത് ഞാൻ 2012 ഔദ്യോഗികമായിട്ട് തുടങ്ങുന്നത്. അതിന് മുമ്പ് 1-2 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, കൈരളി ടി വിക്കും അങ്ങനെയൊക്കെ. പക്ഷേ 2012 മീഡിയ വണ്ണ് 14-ാം രാവ് എന്നൊരു ഷോ തുടങ്ങി. അത് ആ ചാനലിൻ്റെയും ഉത്ഭവം തന്നെയായിരുന്നു അത്. അപ്പോൾ അതിൽ എനിക്ക് ബാദഷ എന്ന് പറയുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. ബാദഷാ മഞ്ചേരി 6ാം ക്ലാസ്സിൽ അന്ന് പഠിക്കുന്നത്. നല്ല സ്വീറ്റ് ആയിട്ട്. അതെ, ഇപ്പോഴും പാടുന്നുണ്ട്. ഇഷ്ടംപോലെ ഗൾഫ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അത് നാട്ടിൽ കാണില്ല, അത്രേ ഉള്ളൂ. 3ാം ക്ലാസ് തൊട്ട് ഈ ബാദഷയെ ഞാനായിരുന്നു സംഗീതം പഠിപ്പിച്ചത്. അപ്പോൾ 6ാം ക്ലാസ്സിലെത്തിയപ്പോൾ മീഡിയ വണ്ണിൽ അഡ്മിഷൻ, റിയാലിറ്റി ഷോയിൽ സെലക്ഷൻ കിട്ടി. ആ ഷോയിൽ ഓരോ പാട്ടും സൂപ്പർ ഹിറ്റുകളായിരുന്നു. പലപ്പോഴും അതിൻ്റെ ഒറിജിനൽ സിംഗേഴ്സ് പാടിയതിനേക്കാൾ മനോഹരമായിട്ടാണ് ഓരോ പാട്ടും ബാദഷ തുടങ്ങി ഒരുപാട് കുട്ടികൾ നമ്മൾ പാടിയത്. ഒരു 10 തവണയെങ്കിലും ജഡ്ജസ് ഒറിജിനലിനേക്കാൾ മനോഹരമായിരിക്കുന്നു എന്ന് ഞാൻ പരിശീലിപ്പിച്ച കുട്ടികൾ പാടുന്നത് കേട്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് എൻ്റെ ഒരു ഭാഗ്യമായിട്ടും ഒരു സന്തോഷമായിട്ടൊക്കെയാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത്, ഞാൻ സംഗീതത്തിൽ ബിരുദാനന്തര ബിരുദ പഠനം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ശാസ്ത്രീയ സംഗീതത്തിൽ നമ്മൾ നേടിയിട്ടുള്ള ആ അറിവുകളെ മാപ്പിളപ്പാട്ടിലേക്ക് സ്വാംശീകരിച്ചിട്ടാണ് ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത്. അതുകൊണ്ടായിരിക്കാം
ഒരു പക്ഷേ കുറച്ച് കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് വരികയും പഠിക്കുകയും അവർ വിന്നേഴ്സ് ആവുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ബാദുഷ 2013 12 തുടങ്ങി 13 മീഡിയ വൺ റിയാലിറ്റി ഷോ വിന്നറായി 14 രാവ്. അതുപോലെ അവരുടെ സെക്കൻഡ് വിന്നറും റബിയുള്ള പുൽപ്പറ്റ ഞാൻ പഠിപ്പിച്ചു. ഇതുപോലെ തന്നെ ഞാൻ സംഗീതം പഠിപ്പിച്ച് മാപ്പിളപ്പാട്ടുകൾ പഠിപ്പിച്ച കുട്ടിയായിരുന്നു. അവരുടെ തേർഡ് വിന്നറും ഞാൻ ഇത് തുടങ്ങാനുള്ളൊരു കാര്യം പറഞ്ഞു വരുന്നത്, ആ തേർഡ് വിന്നറും 1ാം സ്ഥാനം സുൽഫ മഞ്ചേരി. ഈ 3 കുട്ടികളെ ഞാൻ പഠിപ്പിച്ച സംഗീതവും മാപ്പിളപ്പാട്ടും പഠിപ്പിച്ച കുട്ടികളായിരുന്നു. അപ്പോൾ ഒരു മേഖലയിൽ നിന്ന്, ഒറ്റ ഏരിയയിൽ നിന്ന് 3 കുട്ടികൾ തുടർച്ചയായി 3 വർഷങ്ങളിൽ ഒരു ചാനലിൽ വിന്നേഴ്സ് ആകുക. അപ്പോൾ അവരെ 3 പേരെയും പഠിപ്പിച്ചത് ഒരാളാവുക. അങ്ങനെയാണ് ഞാൻ ഈ രംഗത്തേക്ക് വരികയും ഇതിന് ഒരുപാട് ആളുകൾ നമ്മളെ അന്വേഷിച്ച് വരുന്നു എന്ന് പറയുമ്പോൾ റിയാദിൽ നിന്നും ദമാമിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും കാസർഗോഡ് നിന്നും കോട്ടയത്തു നിന്നും എറണാകുളത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും എല്ലായിടത്തു നിന്നും കുട്ടികൾ നമ്മളെ അന്വേഷിച്ച് പഠിക്കാൻ വരുമായിരുന്നു. അടുത്ത് റൂം എടുത്തു നിന്ന് താമസിച്ച് 6 റൗണ്ടിലെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പോകും. ആ രീതിയിലാണ്. ഇതുപോലെ ഏതൊക്കെ ചാനലുകളിലാണ് മാഷ് പ്രോഗ്രാമുകളിൽ കുട്ടികൾക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടുള്ളത്? അതുപോലെ തന്നെ തുടങ്ങാൻ പറ്റില്ല പല മേഖലയ്ക്കും. ഇപ്പോൾ സ്റ്റാർ സിംഗറിൽ, ഏഷ്യാനെറ്റിൻ്റെ സ്റ്റാർ സിംഗറിൽ തീർത്ഥ സത്യൻ പങ്കെടുക്കുന്നുണ്ട്. തീർത്ഥ സത്യൻ അവർ ടോപ്പ് സിംഗറിൽ ഉണ്ടായിരുന്നു. ടോപ്പ് സിംഗറിൽ യാസീൻ പാലക്കാട് ഫ്ലവേഴ്സ് ഒരു പയ്യൻ ഞാൻ പഠിപ്പിച്ചതാണ്. അതുപോലെ പിന്നെ മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോകളെല്ലാം പട്ടുറുമാൽ, കുട്ടി പട്ടുറുമാൽ, കൈരളി TV, 14 രാവ് മീഡിയ വൺ, മൈലാഞ്ചി ഏഷ്യാനെറ്റ്, ഇതൊക്കെ നിരവധി ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. 10-20 അങ്ങനെ ആ ലെവലിൽ കുട്ടികളുണ്ടായിരുന്നു. അതുപോലെ ദർശന TV കുട്ടിക്കുപ്പായം, അതിൽ മിക്കവാറും പഠിപ്പിക്കും. അവിടെ വരുന്നതിൽ പകുതി കുട്ടികൾ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളായിരിക്കും. ഒരു സീസണിൽ തന്നെ 10-15 കുട്ടികൾ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഞാൻ പറഞ്ഞില്ലേ 3 പേര് ഒരുമിച്ച് വിന്നേഴ്സ് ആയതോടുകൂടി ഇവിടെ വന്നാൽ എന്തെങ്കിലും പ്രത്യേക ഗുണമുണ്ട് എന്ന് ജനങ്ങൾക്ക് തോന്നുകയും പരമാവധി ആളുകൾ എൻ്റെ മുഴുവൻ സമയവും അവർ അതിനുവേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. അതിൽ മാഷിപ്പോൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മാപ്പിളപ്പാട്ട് മേഖലയാണോ? ഏതൊക്കെയാണ് മേഖല? ഞാൻ ശരിക്കും പറഞ്ഞാൽ മ്യൂസിക്കിലാണ് ബിരുദാനന്തര ബിരുദം കഴിഞ്ഞിട്ടുള്ളത്, അതായത് MA കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കൂടുതൽ താല്പര്യം ചലച്ചിത്ര ഗാനങ്ങളും അത്തരം പാട്ടുകളാണ്, ഫിലിം സോങ്സ് ഒക്കെയാണ്. പക്ഷെ ഞാനുള്ളത് ഇപ്പം മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ മലപ്പുറം ജില്ലയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മാപ്പിളപ്പാട്ടുകളാണ്. അതുകൊണ്ട് ഞാൻ മാപ്പിളപ്പാട്ടിലേക്ക് മാറിയതാണ്. ഇതിൽ മാഷിക്ക് ഏറ്റവും ഹാപ്പി തന്നിട്ടുള്ള, ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഒരു കാര്യം ഒന്ന് പറയാനുള്ളത്, ഓർമ്മയിലുള്ളത്? കൈരളി TV ഞാൻ ഒരു ദിവസം പോയിരുന്നു. അത് ഒരു കാഴ്ച പരിമിതിയുള്ള ഒരു സിംഗറാണ് ഫാത്തിമ അൻഷി. ഇപ്പോൾ വേൾഡ് ഫേമസ് എന്ന് വേണമെങ്കിൽ പറയാം. ആ നിലയിൽ പ്രശസ്തയാണ്. അപ്പോൾ അൻഷിയും കൊണ്ട് വേദിയിൽ പോയി അൻഷിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സാധാരണ മനുഷ്യർക്ക് സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ അൻഷി ചെയ്തു. അതായത് ഒരു നോട്ട് കേൾപ്പിച്ചാൽ അത് ഏത് ശ്രുതിയാണെന്ന് പറഞ്ഞു. അതുപോലെ പിന്നെ വിവിധ രാഗങ്ങൾ വായിച്ചു. ചെറിയ പ്രായത്തിൽ, ചെറുതായിരിക്കും അതാണ്, വിവിധ രാഗങ്ങൾ അവർ വിവിധ ഇൻസ്ട്രുമെൻസിൽ വായിച്ചു. അതൊക്കെ തിരിച്ചറിഞ്ഞു. അപ്പോൾ കിട്ടിയ ഒരു സന്തോഷം, അല്ലെങ്കിൽ ആ ജഡ്ജിങ് പാനലിൻ്റെ അവരുടെ ഒരു കമൻസ്, അതൊക്കെ ഞാനിപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട്. ഇനി മറ്റൊരു അനുഭവം പറയുകയാണെങ്കിൽ 1997 ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കലാപ്രതിഭയായിരുന്നു. 1997 കലാപ്രതിഭ ഞാൻ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്സ് ആയിരുന്നു. അതിൻ്റെ വെസ്റ്റേൺ സ്റ്റൈൽ, ഈസ്റ്റേൺ സ്റ്റൈൽ, പിന്നെ അതുപോലെ ഗ്രൂപ്പ് സോങ് മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ അപ്രതീക്ഷിതമായിരുന്നു. കാരണം അത് അവസാനം വരെ ഇങ്ങനെ ടൈ ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവർ മാർക്കുകളൊക്കെ കൂട്ടി നോക്കി എന്നെ വിന്നറായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ വേദിയിൽ ഏറ്റവും ബാക്കിലായിരുന്നു. കാരണം തീരെ പ്രതീക്ഷിക്കാത്തതുകൊണ്ട് അവിടുന്ന് സ്റ്റേജിലെത്താൻ തന്നെ ഒരുപാട് സമയമെടുത്തു. തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ബാക്കിലായിരുന്നു. ഇതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സോങ്ങിന്റെ 4 വരി ഒന്ന് പാടാൻ പറ്റും? സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുരത്തിൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ, സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുരത്തിൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ, സുറുമയെഴുതിയ മിഴികളെ. അതുപോലെ ഇഷ്ടപ്പെട്ടുള്ള മാപ്പിളപ്പാട്ടിന്റെ ഒരു 4 വരികൾ പാടാൻ പറ്റുന്നത്? മിറാജ് രാ
കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ മിറാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ കരളിൽ കടക്കുന്ന കനലായി തുടിക്കുന്ന കരളിൽ കടക്കുന്ന കനലായി തുടിക്കുന്ന കുളിരിൽ കുളിക്കുന്ന കാറ്റേ മിറാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ. നന്നായി പാടുണ്ടല്ലോ. പിന്നെ സംഗീതമായിട്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലങ്ങളായിട്ട് ഫീൽഡിലുണ്ട് അല്ലേ? ഇപ്പോ നിലവിൽ നിസാർ മാഷ് ഏത് മേഖലയിലാണ് വർക്ക് വേറെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എൻ്റെ യഥാർത്ഥ ജോലി എന്ന് പറയുന്നത് കേരള സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് വള്ളിക്കാപ്പറ്റ, അതായത് മഞ്ചേരിക്കടുത്ത്, മഞ്ചേരിക്കും മങ്കടയ്ക്കും ഇടയിൽ ഉള്ള ഒരു ബ്ലൈൻഡ് സ്കൂളാണ്. ഈ വർഷം അതിൻ്റെ 70ാം വാർഷികമാണ്. ആ സ്കൂളിലെ മ്യൂസിക് ടീച്ചറാണ് ഞാൻ 98 മുതൽ. അപ്പോൾ അവിടെ കാഴ്ച പരിമിതിയുള്ള കുട്ടികളാണ് ഉണ്ടാവുക. അപ്പം ഞാനവിടെ മ്യൂസിക് ടീച്ചർ ആയതുകൊണ്ട് തന്നെ എനിക്ക് കാഴ്ച പരിമിതിയുള്ള ഒരുപാട് കുട്ടികളെ ഈ സോഷ്യൽ മീഡിയ, അതായത് വിവിധ ചാനലുകളിൽ റിയാലിറ്റി ഷോകളിലും അല്ലാത്ത ഇൻഡിവിജ്വൽ പ്രോഗ്രാംസും ഒക്കെ അവരെ കൊണ്ട് ചെയ്യിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ആകാശവാണി, വിവിധ പത്രങ്ങൾ, അങ്ങനെ ഈ കുട്ടികളെ ഒരുപാട് പേരെ നമുക്ക് ലൈവ് സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫാത്തിമ ഹൗവ എന്ന് പറയുന്നൊരു കുട്ടി, അവർ പിന്നെ ബംഗാളിൽ നിന്ന്, കൽക്കത്തയിൽ നിന്ന് വന്ന കുട്ടിയാണ്. കൽക്കത്തയിൽ നിന്ന് കേരളത്തിൽ വന്ന കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയെ നമുക്ക് ഒരുപാട് ചാനലുകളിൽ കൊണ്ടുവരാം. ഫ്ലവേഴ്സ് ടിവിയുടെ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, അതിൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ ആ പ്രോഗ്രാമിൽ കൊണ്ടുവരാൻ സാധിച്ചു. അതുപോലെ സരിഗമപ്പ സി ടി വിയുടെ റിയാലിറ്റി ഷോയിൽ ചേർക്കാൻ സാധിച്ചു. അതുപോലെ ഫാത്തിമ അൻഷി എന്ന് പറയുന്ന കുട്ടി പട്ടുറുമാലിൽ പങ്കെടുപ്പിക്കാൻ പറ്റി. അത് ഞാൻ കാഴ്ചയില്ലാത്തവരുടെ മാത്രമാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നിരവധി കുട്ടികളെ ഞാൻ കേട്ടത്ര 150-ൽ പരം കലാപ്രതിഭകളെ അത് ചാനലിൽ മാത്രം, ചാനലുകളിൽ മാത്രം എത്തിച്ചു. അതെ അതെ അതെ. ഓക്കെ. അതിൽ ഇനി മാഷയുടെ ഒരു നെക്സ്റ്റ് എന്താണ് മാഷയുടെ ലക്ഷ്യം? എന്താണ് ഒരു എന്നെ സംബന്ധിച്ച് ഈ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് എനിക്ക് വന്നത് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള ഒരാൾ ഞാൻ തന്നെ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും പ്രതിഭകളായിട്ടുള്ള കുട്ടികളാണ് എന്നെ തിരഞ്ഞു വന്ന് എൻ്റെ അടുത്ത് പാട്ട് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാനത് എൻജോയ് ചെയ്താൽ ചെയ്യാം. പക്ഷെ പറഞ്ഞപ്പോൾ ഒരു പോയിന്റ് ഉണ്ട്, ഏതൊരു കലാകാരനെ കുറിച്ചും എനിക്ക് തോന്നുന്നത് ഒരു കലാഫീൽഡിൽ അംഗീകരിക്കപ്പെടുക എന്നുള്ളത് ഭയങ്കര സന്തോഷകരമായിട്ട്. കാരണം മറ്റേത് ഫീൽഡിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാളും ഏറ്റവും വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ആ ഒരു ഫീൽഡിൽ ലഭിക്കുക, ആ അംഗീകാരം ലഭിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഏതൊരു കലാകാരനെ കുറിച്ചും. അപ്പം മാഷ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ ഇന്ന്, അതായത് ഞാൻ എത്തി നിൽക്കുന്ന ഫീൽഡ് ഭയങ്കര സന്തോഷവാനാണ് എന്നുള്ളത്. ഓരോ ആളുകളും ജീവിതത്തിൽ ഇതുപോലെ തന്നെ ഞാൻ ഇപ്പം നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നിമിഷം അത് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ ആണ് എന്ന് തോന്നി തുടങ്ങുന്നിടത്തുനിന്ന് അവിടെ തുടങ്ങുന്നത് നമ്മുടെ ജീവിതം, അവിടെ തുടങ്ങുന്നത് നമ്മുടെ മാറ്റം എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെ കാര്യമായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുക. ഇനി ഒരു നല്ലൊരു ഹിന്ദി, അതായത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹിന്ദി സോങ്ങിന്റെ 4 വരികളെന്ന് പാടി മാഷെ. बहारो फूल बरसाओ मेरा महबूब आया है, मेरा महबूब आया है. എനിക്ക് തോന്നുന്നത് ചെറുപ്പകാലം മുതൽ തന്നെ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട്. അതിലേക്ക് വരാൻ എന്താണ് ഒരു റീസൺ ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എന്താണത്? കലയെ സംബന്ധിച്ചിടത്തോളം ഇൻസ്പിറേഷനേക്കാൾ അപ്പുറം കല ഇൻബോൺ ഗിഫ്റ്റാണ്. അതായത് നമുക്ക് ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു വരമാണ് ഏത് കലയും. അതുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ മേഖലയിൽ അവർ എത്തിപ്പെട്ടിരിക്കും.
ഇൻബോൺ ആയിട്ട് അങ്ങനെ ഒരു കഴിവ്, നാച്ചുറൽ എബിലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മേഖലയിൽ ആ മേഖലയിൽ എത്തിയിരിക്കും. അതെ 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 അതെ. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ കാര്യത്തിലും ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ 6 വയസ്സ് 7 വയസ്സുള്ളപ്പോൾ തന്നെ അവിടെ ഞാൻ അസിസി സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് കാളകെട്ടി, ആ സ്കൂളിലായിരുന്നു എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം. ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഏലിയാമ്മ ടീച്ചർ ഉണ്ടായിരുന്നു, മ്യൂസിക് പാട്ട് പഠിപ്പിക്കുന്ന. അതോടൊപ്പം ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സേവിയർ, ഒരു ഫ്രാൻസിസ്, അങ്ങനെ കുറേ നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാർ. അപ്പോൾ അവരൊക്കെയാണ് എൻ്റെ എനിക്ക് പാട്ട് പാടാൻ കഴിയും എന്ന് കണ്ടെത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. അവരെന്നെ കീബോർഡ് പഠിപ്പിച്ചു, പാട്ടുകൾ പഠിപ്പിച്ചു. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഫുൾ ഗാനമേളയ്ക്ക് ഞാൻ കീബോർഡ് വായിച്ചു. മുഴുവൻ മ്യൂസിക്കും, ഒരു 10-30 പാട്ടിൻ്റെ മ്യൂസിക് മുഴുവൻ ബൈ ഹാർട്ട് പഠിച്ചിട്ട് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അന്നത്തെ തമാശ എന്താണെന്ന് വെച്ചാൽ സാധാരണ ഇതിൽ പാട്ടുകാർക്കല്ലേ നോട്ടുമാലയൊക്കെ കിട്ടുക, പക്ഷെ ഞാൻ കീബോർഡ് വായിച്ചു. എനിക്ക് കീബോർഡിസ്റ്റ് ആയിരുന്നു അന്ന് മുഴുവൻ നോട്ടുമാലയും, കാരണം അതിൽ ഏറ്റവും ചെറുത് ഞാനായിരുന്നു. ആ ചെറുപ്പത്തിൽ കിട്ടിയ. അതെ 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 അതെ. ഇനി നമ്മളെ ജീവിതത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ രീതി പലപ്പോഴും ജീവിതത്തിൽ എന്നെ കൊണ്ട് കഴിയില്ല, അല്ലെങ്കിൽ പല പരിമിതികളും വെച്ച് ജീവിതത്തിൽ ഞാൻ ഒരു പരാജയമാണെന്ന് ചിന്തിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? ആരെയും പിന്നെ ദൈവം ഒരു കഴിവുമില്ലാത്തവരായിട്ട് സൃഷ്ടിച്ചിട്ടില്ല, അത് ഉറപ്പാണ്. പക്ഷേ അവരുടെ കഴിവ് എന്താണ് എന്നുള്ളത് കണ്ടെത്തുകയും ആ കഴിവ് കൃത്യമായി പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്താൽ എല്ലാ വ്യക്തിത്വങ്ങളും ഓരോ ഉന്നത ശീർഷരായിട്ട് മാറും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സായിബാബ പറയുന്നൊരു കാര്യമുണ്ട്, ഐ ആം ആൻ അവതാർ, യു ആർ ഓൾസോ ആൻ അവതാർ, ബട്ട് ഐ നോ ഐ ആം ആൻ അവതാർ, യു ഡോണ്ട് നോ യു ആർ ആൻ അവതാർ. വാവ്, സൂപ്പർ. അപ്പം അവനവൻ്റെ ഉള്ളിലുള്ള കഴിവ് എന്താണ്, അവനവനെ ഏത് മേഖലയിലേക്കാണ് ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ തന്നെ അവന്റെ ജീവിതം വിജയിച്ചു, അവൻ കണ്ടെത്തി എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അത് കണ്ടെത്താനുള്ള പരിശ്രമവും അത് മിനുക്കിയെടുക്കാനും വീണ്ടും ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പരിശ്രമം അവന്റെ ഭാഗത്തുണ്ട്, അല്ലെ അയാളുടെ ഭാഗത്ത് നിന്റെ ജീവിതത്തിൽ അയാൾക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ലാസ്റ്റായിട്ട് അവസാനമായിട്ട് ഒരു ചോദ്യം ചോദിക്കാനുള്ള മാഷോട്. മാഷിപ്പോൾ ഇത്രയും ഫീൽഡിൽ കാലങ്ങളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് പ്രതിഭകളെ വാർത്തെടുത്തിട്ടുണ്ട്, ഒരുപാട് ചാനൽ പ്രോഗ്രാമുകളിലൂടെ ഒരുപാട് ആളുകളെ, ഒരുപാട് വിദ്യാർത്ഥികളെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സംഗീത മേഖലകളിലേക്ക്, അവരുടെ കഴിവുകളിലേക്ക് കൈപ്പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥാപനം, ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ ഒരുപാട് അധ്യാപകനായിട്ട് ഇന്നും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഗവൺമെൻറ് സെക്ടറിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, മ്യൂസിക് ടീച്ചറായിട്ട്. ഓക്കെ, അപ്പോൾ ഒരു പുതിയ തലമുറയോട് ശരിക്കും എന്താണ് ഈ ഒരു മേഖലയ്ക്ക് വരുന്നതും അല്ലെങ്കിൽ പുതിയ തലമുറയോട് പറയാനുള്ള ഒരൊറ്റ വാക്ക് എന്താണ്? ഇപ്പോൾ എല്ലാ അറിവുകളും പരപ്പ് മാത്രമേ ഉള്ളൂ, ആഴമില്ല. അതായത് ഒരു കാര്യത്തെ അതിൻ്റെ ഡെപ്തിൽ സമീപിക്കാൻ, ഒരു വിഷയം കൃത്യമായി അതിനെ ആഴത്തിൽ പഠിച്ച് അത് പ്രാവർത്തികമാക്കാൻ കുട്ടികൾ പലരും തയ്യാറാവുന്നില്ല. അതായത് ഒരു പാട്ട് പഠിക്കുന്നു, അത് യൂട്യൂബിലിടുന്നു, പിന്നെ ഒരു പാട്ട് പഠിക്കുന്നു, അത് യൂട്യൂബിലിടുന്നു എന്നല്ലാതെ ഇപ്പോൾ കർണാടക സംഗീതമോ ഹിന്ദുസ്ഥാനി സംഗീതമോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് കൃത്യമായി ആദ്യം മുതൽ പ്രാഥമിക പാഠം മുതൽ അങ്ങനെ പഠിച്ച് അതിൻ്റെ ഒരു അരങ്ങേറ്റം ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് കൃത്യമായിട്ട് എത്തണം. അത് ഇപ്പോഴത്തെ അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ ഒരു കീർത്തനം പഠിച്ചാൽ അപ്പോൾ അരങ്ങേറും. അങ്ങനെയല്ല, 3, 4, 5 വർഷങ്ങളെടുത്ത് 100ഓളം അല്ലെങ്കിൽ 100 കണക്കിന് കീർത്തനങ്ങളും വർണ്ണങ്ങളും അതുപോലുള്ള ഖയാലാണെങ്കിലും പിന്നെ തുമ്രി, ഭജൻ, ഗസൽ, അങ്ങനെ ഏതായാലും അത് ഒരുപാട് ആഴത്തിൽ പഠിക്കണം ഏത് വിഷയത്തെക്കുറിച്ചും. അങ്ങനെ ആഴത്തിൽ പഠിച്ച് അതിൽ സ്പെഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പ്രതിഭകളെ നമുക്ക് നമ്മുടെ കേരളത്തിന്, നമ്മുടെ ഇന്ത്യക്ക്, നമ്മുടെ ലോകത്തിന് സംഭാവന ചെയ്യാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. മുറിവൈദ്യൻ ആളെ കൊല്ലുന്നു. അതെ അതെ അതെ, ലിറ്റിൽ നോളജ് ഈസ് വെരി ഡേഞ്ചറസ്. പഠിച്ചു വെക്കുന്നതിന് പകരം ഏത് മേഖലയിലും അതിൽ ഡീപ്പായിട്ടുള്ള നോളജ് ആർജിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം തന്നെ അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ മേഖലയിൽ നമുക്കൊരു പുലിയാകാൻ പറ്റും, പുലിയാകാൻ പറ്റും. അങ്ങനെ അവൻ കഴിയണം, അപ്പോഴാണ് നമുക്ക് ആ മേഖലയിൽ തിളങ്ങാൻ പറ്റുള്ളൂ എന്നാണ് മാസ്റ്റർ ഒരു ഏറ്റവും നല്ല സന്ദേശം അല്ലേ? ഓക്കെ, അവസാനമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ സ്കൂൾ യുവജനോത്സവങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കലാ പ്രോഗ്രാമുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറകൾക്ക് ഒരുപാട് അവസരങ്ങൾ, വാതായനങ്ങൾ തുറന്ന് വെക്കപ്പെട്ടൊരു കാലമാണ് ഇന്ന്. അപ്പോൾ ഇങ്ങനെ മത്സരങ്ങളിലേക്ക്, അതുപോലെ തന്നെ
പുതിയ പ്രോഗ്രാമുകളിലേക്ക് പല വേദികളിലേക്കും കടന്നു ചെല്ലുന്ന ആളുകൾക്ക്, കലാപ്രതിഭകൾക്ക്, അതുപോലെ തന്നെ മത്സരാർത്ഥികൾക്ക് നൽകാനുള്ള ഏറ്റവും നല്ല ഒരു സന്ദേശം, അവരെന്ത് ചെയ്യണം, എങ്ങനെ ആ വേദിയെ സമീപിക്കണം, അവർ എ ഗ്രേഡ് നേടാൻ അല്ലെങ്കിൽ A+ ഒക്കെ നേടാൻ ആ മേഖലയിൽ എന്ത് ചെയ്യണം എന്നുള്ള മാഷ ഒപ്പീനിയൻസ്? 2 കാര്യങ്ങൾ ചെയ്യുക. ഒന്ന്, അവരേത് മേഖലയിലാണോ, കവിത ആണെങ്കിൽ കവിത, നാടകമാണെങ്കിൽ നാടകം, കഥയാണെങ്കിൽ കഥ, പാട്ടാണെങ്കിൽ പാട്ട്, മാപ്പിളപ്പാട്ടാണെങ്കിൽ മാപ്പിളപ്പാട്ട്, ഏതായാലും പുതിയത് എഴുതിക്കുക, അങ്ങനെ ചെയ്യുക. പുതിയത് ഈ കാലികമായിട്ടുള്ള കാര്യങ്ങൾ, വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മോണോ ആക്ട് ആണെങ്കിലും കഥാപ്രസംഗമാണെങ്കിലും ഏതാണെങ്കിലും. അല്ലാതെ ഇനി അങ്ങനെ ചെയ്യാൻ നമുക്ക് ഒരുപാട് സാമ്പത്തിക ചെലവുകൾ വരുന്നുണ്ട്. നമ്മൾ അത് ഉള്ള കാര്യം ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വലിയൊരു പിന്നെ ഭീമമായ ഒരു സംഖ്യ വരുന്നുണ്ട്, അതിന് ചെലവ് വരുന്നുണ്ട്, നമുക്കറിയാം. അതെ അതെ. ജഡ്ജ്മെന്റ് മേഖലയിലൊക്കെ പറയുമ്പോൾ ഫീൽഡിലും ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ആ മേഖലയിൽ വരുന്ന എക്സ്പെൻസ്, കാര്യങ്ങൾ, ഒരു ടീമിന് വരുന്ന എക്സ്പെൻസ് ഒക്കെ വലിയ. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഓരോ കലാസൃഷ്ടിയുടെയും, പാട്ടെന്നല്ല ഏത് കലാസൃഷ്ടിയാണെങ്കിലും അതിൻ്റെ ഒറിജിനൽ ഏതാണോ അത് കണ്ടെത്തി, ആ പാട്ടുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ രചയിതാവിനെ കണ്ടെത്തി, അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ കണ്ടെത്തി, ആധികാരികമായിട്ടായിരിക്കണം ഒരു പാട്ടായാലും ഒരു നാടകമായാലും ഒരു കഥയായാലും ഒരു കവിതയായാലും ഏതായാലും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ ആരെങ്കിലും എപ്പോഴെങ്കിലും പാടിയ ഒരു പാട്ട് കേട്ടിട്ട് അത് നമ്മൾ ഇങ്ങനെ പഠിച്ച് അങ്ങനെ പോയി വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ അതിന് കൃത്യത ഉണ്ടാവില്ല, അതിന് മാർക്ക് കിട്ടില്ല, അതിന് നമ്മൾ ജഡ്ജസിനെ ചീത്ത പറയുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറയുന്നത് ഏത് കാര്യമാണെങ്കിലും, മാപ്പിളപ്പാട്ടാണെങ്കിലും ലളിതഗാനാണെങ്കിലും ഏതാണെങ്കിലും അതിൻ്റെ ഒറിജിനലിനെ നമ്മൾ തപ്പിപ്പോവുക, ഒറിജിനൽ എടുക്കുക, അതിൻ്റെ പ്രിൻറ്റഡ് ലിറിക്സ് പരമാവധി ബുക്കിൽ നിന്ന് ഫോട്ടോ എടുക്കുക, അങ്ങനെ ചെയ്യുക. കേട്ട് എഴുതിയെടുക്കാതിരിക്കുക, പ്രത്യേകിച്ചും ട്രഡീഷണൽ മാപ്പിളപ്പാട്ടാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്വാളിറ്റിയിൽ ആ പരിപാടി അവതരിപ്പിക്കാൻ കഴിയും. ആ ഒരു പ്രോഗ്രാം ഏതാണോ അതിന് ആധികാരികമായിട്ടുള്ള ഒരു കാര്യം, ആ സംഗതി തെരഞ്ഞു പോവുക. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ പഠിക്കാനും അത് നിന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളാനും വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒരുപാട് സന്തോഷം മാഷെ. എന്തായാലും ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങളോടൊപ്പം പങ്കെടുത്തതിൽ, അതുപോലെ തന്നെ മാഷെ ഇതുപോലുള്ള ഓരോ ആളുകളും പ്രത്യേകിച്ച് സമൂഹത്തിന് വലിയൊരു സന്ദേശം തന്നെയാണ് നൽകുന്നത്. കാരണം നമ്മുടെ പരിമിതികൾ എന്ന് പറഞ്ഞിട്ട് പല ആളുകളും ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് മാഷപ്പോലുള്ള ആളുകൾ നൽകുന്നത് വലിയൊരു സന്ദേശമാണ്. ഇനിയും നമുക്ക് ഈ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, മുന്നോട്ട് പോകാനുണ്ട്. പണ്ടൊരു കവി പറഞ്ഞ പോലെ, ആൻഡ് മൈറ്റ്സ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. എൻ്റെ ജീവിതത്തിൽ ഇനിയും പുതിയ വാതായനങ്ങൾ തേടിയിട്ട് മുന്നോട്ട് പോകാനുണ്ട്. അത് മാഷ ഏറ്റവും വലിയൊരു സന്ദേശമാവട്ടെ. താങ്ക് യു.